ഹലോ ഫ്രണ്ട്സ്, വാട്സപ്പ് സ്റ്റാറ്റസിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്ന അടിപൊളിയായ കുറച്ച് ഫീച്ചേഴ്സിനെ കുറിച്ചാണ് പറയുന്നത്. നമ്മൾ പലപ്പോഴും വാട്സപ്പ് സ്റ്റാറ്റസ് എല്ലാം വയ്ക്കുമെങ്കിലും ഇത്ര ഡീപ്പായി ഈ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാറില്ല. അതിനാൽ തന്നെ ഈ ഒരു വീഡിയോ എല്ലാം കാണുകയാണെങ്കിൽ നിങ്ങളുടെ വാട്സപ്പ് സ്റ്റാറ്റസ് എല്ലാം വയ്ക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ച് ഇതെല്ലാം നിങ്ങൾക്ക് നിങ്ങളുടെ സ്റ്റാറ്റസിൽ ആഡ് ചെയ്യാനും നിങ്ങളുടെ സ്റ്റാറ്റസ് എല്ലാം കൂടുതൽ മനോഹരമാക്കാനെല്ലാം സാധിക്കും. അപ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് നമുക്ക് ഇവിടെ ലഭിക്കുക എന്നെല്ലാം നോക്കാം. ഇതിനായി ഞാൻ എൻ്റെ വാട്സപ്പ് ഓപ്പൺ ചെയ്തതിന് ശേഷം ഇവിടെ ഈ സ്റ്റാറ്റസ് ഇതിൽ ഞാൻ ടാപ്പ് ചെയ്ത് ഒരു ഫോട്ടോ ഇതിലേക്ക് ആഡ് ചെയ്യുകയാണ്. ഇപ്പോൾ ഈ ഒരു ഫോട്ടോ ഞാൻ എൻ്റെ വാട്സപ്പ് സ്റ്റാറ്റസ് ആയി വയ്ക്കുന്നു എന്ന് കരുതുക. ഇങ്ങനെ ഈ ഫോട്ടോ എല്ലാം സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഏറ്റവും മുകളിൽ വന്നിരിക്കുന്ന കുറച്ച് ഓപ്ഷൻസ് എന്ന് പറയുന്നത്, ആദ്യത്തെ ഓപ്ഷൻ ഇവിടെ മ്യൂസിക് എല്ലാം ആഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ്. ഇതിൽ ടാപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇവിടെ മ്യൂസിക് എല്ലാം ആഡ് ചെയ്യാം. അതിനുശേഷമുള്ള ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് നമുക്കിത് ക്രോപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ എല്ലാമാണ്. ഇതുപോലെ നിങ്ങൾക്ക് ഇത് ഏത് സൈസിലാണ് വേണ്ടത് ഇതുപോലെ ഡ്രാഗ് ചെയ്ത് ഇത് ക്രോപ്പ് ചെയ്യാം. ഇനി മൂന്നാമത്തെ ഓപ്ഷനിലാണ് നമുക്ക് കൂടുതലായി ഒരുപാട് ഫീച്ചേഴ്സ് എല്ലാം വരുന്നത്. ഇതിൽ ജസ്റ്റ് ടാപ്പ് ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ കാണാൻ സാധിക്കും. ഇതിൽ നിങ്ങൾക്ക് ആഡ് യുവേഴ്സ് എന്നതിൽ ടാപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാം ടേസ്റ്റി ഫുഡ്, സ്പെഷ്യൽ മൊമെൻറ്റ്, ഫേവറേറ്റ് പ്ലേസ്, റൈറ്റ് ടോപ്പിക്. അപ്പോൾ നമുക്ക് ഇതുപോലെ നമ്മൾ ഒരു പ്ലേസ് എല്ലാമാണ് ഇതുപോലെ ഇമേജിൽ വെക്കുന്നതെങ്കിൽ നമ്മുടെ ആ ഒരു ഫേവറേറ്റ് പ്ലേസ് എല്ലാം ഇവിടെ മെൻഷൻ ചെയ്യാം. ഇനി ഫുഡിൻ്റെ അല്ലെങ്കിൽ ഇതുപോലെയുള്ള സ്റ്റാറ്റസ് എല്ലാം വയ്ക്കുമ്പോൾ ഇങ്ങനെ നമുക്ക് ഇവിടെ ഈ കാര്യമെല്ലാം തന്നെ, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു ടോപ്പിക്കിനെ കുറിച്ച് എഴുതാനും ഇതെല്ലാം നിങ്ങളുടെ സ്റ്റാറ്റസിൽ ആഡ് ചെയ്യാനും സാധിക്കും. ഇനി ഇതല്ലാതെ നിങ്ങൾക്ക് ഇവിടെ വീണ്ടും ടാപ്പ് ചെയ്യുമ്പോൾ അടുത്തതായി വന്നിരിക്കുന്ന ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഇവിടെ നമ്മുടെ ടൈം എല്ലാം മെൻഷൻ ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ്. ജസ്റ്റ് ഇതിൽ ടാപ്പ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഇപ്പോഴത്തെ ഈ ഒരു ടൈം എല്ലാം ഇവിടെ കാണിക്കുന്നുണ്ട് 1:11. അതുപോലെ ഇത് നമുക്ക് വലുതാക്കാനും ചെറുതാക്കാനും അല്ലെങ്കിൽ ഏത് രീതിയിൽ എവിടെയാണ് നമുക്കിത് പ്ലേസ് ചെയ്യേണ്ടത് ഇത്തരത്തിൽ നിങ്ങൾക്കിത് സെറ്റ് ചെയ്യാനും സാധിക്കും. ഇനി ഇതല്ല നിങ്ങൾക്ക് മറ്റൊരു ടൈപ്പിലുള്ള ഒരു ക്ലോക്ക് എല്ലാം വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിനടുത്തായി ഇവിടെ തന്നെ ഈ ഒരു രീതിയിലുള്ള ക്ലോക്കും സെലക്ട് ചെയ്യാം. ഇത് നിങ്ങൾക്ക് എൻലാർജ് ചെയ്യാനും അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ട രീതിയിൽ ഇത് നിങ്ങളുടെ ഇമേജിന് മുകളിലായി ഇതുപോലെ സെറ്റ് ചെയ്ത് വയ്ക്കാം. ഇനി ബാക്ക് ചെയ്തതിന് ശേഷം അടുത്ത ഒരു ഓപ്ഷൻ ഇത് എന്താണ് വന്നിരിക്കുന്നത് എന്ന് നോക്കാം. ഇത് ഇവിടെ ലൊക്കേഷൻ എന്നാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ലൊക്കേഷൻ എന്നതിൽ ടാപ്പ് ചെയ്തതിന് ശേഷം ഇപ്പോൾ എൻ്റെ ഈ ഒരു ചെർപ്പളശ്ശേരി അല്ലെങ്കിൽ വെള്ളിരേഴി, അപ്പോൾ എൻ്റെ അടുത്തുള്ള ഈ ഒരു പ്ലേസ് എല്ലാം വന്നിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് സ്പെസിഫിക് ആയ ഒരു പ്ലേസ് എല്ലാം നിങ്ങളുടെ ഈ ഒരു ഫോട്ടോയിൽ ആഡ് ചെയ്യണമെങ്കിൽ അവിടെ സെർച്ച് ചെയ്തതിന് ശേഷം ആ ഒരു പ്ലേസ് എല്ലാം നിങ്ങൾക്ക് ഇവിടെ ഇത് ടാപ്പ് ചെയ്തതിന് ശേഷം ഇതുപോലെ ആഡ് ചെയ്യാം. അതായത് ഇപ്പോൾ നിങ്ങൾ ഒരു ഫോട്ടോ എല്ലാം എടുക്കുന്നു, അത് ഇന്ന പ്ലേസിലാണ്, അല്ലെങ്കിൽ നിങ്ങൾ ഒരു ടൂർ എല്ലാം പോകുമ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് പോകുന്ന ആ പ്ലേസ് അതുപോലെ അതിൻ്റെ ലൊക്കേഷൻ എല്ലാം തന്നെ ഇതുപോലെ നിങ്ങൾക്ക് ആഡ് ചെയ്ത് വെക്കാനെല്ലാം സാധിക്കും. ഇനി അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് ഇത് ഫോട്ടോ എന്നൊരു ഓപ്ഷനാണ്. ഇതിൽ ജസ്റ്റ് ടാപ്പ് ചെയ്യുമ്പോൾ ഇവിടെ നമ്മുടെ ഗ്യാലറിയിൽ നിന്ന് മറ്റൊരു ഫോട്ടോ എല്ലാം നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം. ഇപ്പോൾ ഉദാഹരണമായി ഞാൻ ഇവിടെ വേറെ ഒരു മൈക്കിൻ്റെ ഫോട്ടോ എല്ലാം ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇതുപോലെ ജസ്റ്റ് ആഡ് ചെയ്തതിന് ശേഷം ഇത് വലുതാക്കണമെങ്കിൽ ചെറുതാക്കണമെങ്കിൽ എല്ലാം സാധിക്കും. അതിന് മാത്രമല്ല ഇവിടെ ജസ്റ്റ് ഈ ഫോട്ടോ സെലക്ട് ചെയ്യുമ്പോൾ ഇത് ഏത് ഷേപ്പിലേക്കാണ് നിങ്ങൾക്ക് മാറ്റേണ്ടത് ആ ഒരു ഷേപ്പിലേക്ക് ഇതുപോലെ മാറ്റി നിങ്ങൾക്ക് ഈ ഒരു ഫോട്ടോ ജസ്റ്റ് ഡൺ എന്ന് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം ആ ഒരു ഷേപ്പിൽ ഇവിടെ ഈ ഒരു ഫോട്ടോ എല്ലാം വന്നിരിക്കുന്നത് കാണാം. അപ്പോൾ നിങ്ങളുടെ ഒരു ഫോട്ടോയ്ക്ക് മുകളിൽ മറ്റൊരു ഫോട്ടോ PIP മോഡെല്ലാം യൂസ് ചെയ്യുന്നത് പോലെയെല്ലാം യൂസ് ചെയ്യാം. ഇനി അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് നമ്മൾ കൊടുത്തിരിക്കുന്ന ഫോട്ടോയ്ക്ക് ഇതിന് നല്ലൊരു മ്യൂസിക് എല്ലാം സെലക്ട് ചെയ്ത് നമുക്കിത് സ്റ്റാറ്റസ് ആയെല്ലാം ആഡ് ചെയ്യാം. ഇനി അതുമല്ല ഇതിന് താഴെയായി നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് എന്നൊരു ഓപ്ഷൻ വന്നിരിക്കുന്നത് കാണാം. ഈ ക്വസ്റ്റ്യൻ എന്നതിൽ ടാപ്പ് ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഫോട്ടോ ഇത് നന്നായിട്ടുണ്ടോ, ഈ ഫോട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ഏതെങ്കിലും സ്ഥലത്തിൻ്റെ പിക്ചറെല്ലാം വെക്കുകയാണെങ്കിൽ ഈ സ്ഥലം നിങ്ങൾക്ക് അറിയുന്നതാണോ, ഇങ്ങനെ നിങ്ങൾക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻ എല്ലാം ചോദിക്കണമെങ്കിലെല്ലാം ഈ ഒരു ഓപ്ഷൻ എല്ലാം യൂസ് ചെയ്ത് ഇവിടെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ എല്ലാം തന്നെ ആഡ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. ഇനി അവസാനമായി നമുക്ക് ഇവിടെ വന്നിരിക്കുന്ന ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഇത് റിയാക്ഷൻ എന്നൊരു ഓപ്ഷനാണ്. ഇതിൽ ജസ്റ്റ് ടാപ്പ് ചെയ്യുകയാണെങ്കിൽ ഇതുപോലെയുള്ള ഇമോജീസ് എല്ലാം നമുക്ക് ഇതെല്ലാം തന്നെ നിങ്ങൾക്ക് സെറ്റ് ചെയ്ത് ഡൺ എന്ന് കൊടുക്കുകയാണെങ്കിൽ ഈ ഒരു ഇമോജി എല്ലാം തന്നെ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാം. ഇനി നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഭാഗത്ത് കുറച്ച് ഭാഗമെല്ലാം കാണേണ്ടെങ്കിൽ അവിടെയെല്ലാം ഇതുപോലെ ഇമോജി വെച്ചതിന് ശേഷം ഇപ്പോൾ ഒരാളുടെ ഫേസ്, നിങ്ങൾ ഗ്രൂപ്പായ ഒരു ഫോട്ടോ എല്ലാമാണ്, ഒരാളുടെ ഫേസ് കാണേണ്ടെങ്കിൽ അവിടെ ഇതുപോലെ ജസ്റ്റ് ഇമോജി എല്ലാം ഈ ഒരു സ്റ്റിക്കർ എല്ലാം യൂസ് ചെയ്ത് നിങ്ങൾക്കത് കവർ ചെയ്യാം.
ഇങ്ങനെ പലവിധ ആവശ്യങ്ങൾക്കായി ഈ ഒരു ഇമോജി എല്ലാം നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള കുറേ ഓപ്ഷൻസ് എല്ലാമാണ് ഇവിടെ കാണിക്കുന്നത്. ഇത് മാത്രമല്ല, നിങ്ങൾക്ക് ഇവിടെ നിന്നും താഴേക്ക് പോകുമ്പോഴും ഇതുപോലെ നിങ്ങൾക്ക് ഒരുപാട് നല്ല നല്ല സ്റ്റിക്കേഴ്സ് എല്ലാം കാണാൻ സാധിക്കും. അപ്പോൾ ഇതിൽ നിന്നും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സ്റ്റിക്കർ ഏതെങ്കിലും വേണമെങ്കിൽ ജസ്റ്റ് ഇവിടെ ടാപ്പ് ചെയ്തതിന് ശേഷം ഇതും നിങ്ങളുടെ ഈ ഒരു സ്റ്റാറ്റസിലേക്ക് ആഡ് ചെയ്ത് വയ്ക്കാം. അപ്പോൾ ഇതെല്ലാം തന്നെ നമ്മുടെ സ്റ്റാറ്റസ് എല്ലാം നല്ല രീതിയിൽ മനോഹരമാക്കുന്നതിനെല്ലാം വളരെയധികം ഗുണം ചെയ്യുന്ന ഒരു കാര്യമാണ്. വീഡിയോ ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കാതിരിക്കുക.